ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ ക്യാമ്പാർട്ടിൻ്റെ മുമ്പിലാണ്. ഇവിടുത്തെ ഒരു കടയാണ് ഗൈസ്, ഷോപ്പിംഗ് മാളാണ്. ഒരു ഡ്രസ്സും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കളിപ്പാട്ടങ്ങളും കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എൻട്രൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൈഡിലുള്ള സ്ഥലത്താണ്. ഇപ്പോൾ യൂണിക്കോണും കുറേ കളിപ്പാട്ടങ്ങളും ബാഗ്, പിന്നെ ബുഷ്, പിന്നെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. പേനകളും ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്, കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ബോക്സുകളൊക്കെ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലും LED ലൈറ്റ്, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഡ്രസ്സ്, പിന്നെ മിഠായികൾ വരെയുണ്ട്. കുറേ മിഠായി ഉണ്ട് ഗൈസ്. കുറേ നൂഡിൽസ് ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കുഞ്ഞു പിള്ളേർക്ക് അതുണ്ട്. കുഞ്ഞു പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മേത്ത് വീഴില്ല, അതിന് വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട്. പിന്നെ ഹാങ്കേഴ്സ്, കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഇവിടെ മെയിനായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടമാണ് കേട്ടോ. കുറേ ക്ലോത്ത്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്, പിന്നെ കുറേ ബാഗ്, പിന്നെ വലിയ പെണ്ണുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന വലിയ ഷൂസ് ഉണ്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉള്ള ഡ്രസ്സാണ് മെയിൻ ഇവിടെ. കാരണം കുഞ്ഞു പിള്ളേർക്കാണ് ഇവിടെ ഒരു ഇത് ഉണ്ടോ, കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സാണ് ഇവിടെ കുറേ ഉള്ളത്. കണ്ടോ, ഇവിടെ കളിപ്പാട്ടങ്ങളുണ്ട്. ഒരു വലിയ സൂഷി ബാഗ് പോലത്താണ്. നല്ല പഞ്ഞിയാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ്. കുറേ ഉണ്ട് ഇവിടുത്തെ. നമുക്ക് ഇത് ഒരു ഇത്തിരി ഹൈ പ്രൈസ് ആയിരിക്കും, പക്ഷെ അത്ര ഹൈ അല്ല കേട്ടോ. നല്ല പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്, നല്ല ഭംഗിയാണ്. പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ക്യൂട്ട് സംഭവങ്ങളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ്. ഉണ്ടോ, ഇവിടെ പ്രിൻസസ്, മെർമെയ്ഡ്, കുറേ ഫ്രോസൺസുകളൊക്കെ ഉണ്ട്. നിങ്ങൾ മറ്റേ ഡിസ്നിയിൽ കാണുന്ന, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണുന്ന പോലെ. നമുക്ക് അവിടെ ഡ്രസ്സ് ഉണ്ട്, കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞുമാരുടെ സെറ്റ്സൊക്കെ ഉണ്ട്. ബേബി ഡോക്ടർ കിറ്റ് നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഈ മുട്ടയിൽ യൂണിക്കോണിൻ്റെ കൊമ്പൊക്കെ ഉള്ള റെയിൻബോ മാജിക് എന്ന് പറഞ്ഞ സംഭവമൊക്കെയാണ്. റെയിൻബോ കോൺസ്, പിന്നെ കുപ്പികൾ, വെള്ളം കുപ്പികൾ, പിന്നെ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ അത്. പിന്നെ കുറേ സംഭവങ്ങളുണ്ട് കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങൾ ബോയ്സിനും ഗേൾസിനും, പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെയാണ്. ഡൈനോസറൊക്കെ, കുറേ ടൈപ്പ് ഓഫ് ഡൈനോസർ ഉണ്ട് ഈ സ്ഥലത്ത്. ഈ സെക്ഷനിൽ തന്നെ കുറേ ഡൈനോസേഴ്സ് ഉണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഡൈനോസർ ഉണ്ട്, ഗ്രോയിങ് ഡൈനോസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫുട്ബോൾ കളിക്കാരൻ്റെ ഒക്കെ കുറച്ച് സാധനങ്ങൾ, മാർവൽ, പിന്നെ ബാറ്റ്മാൻ, സ്പൈഡർമാൻ, അതുപോലത്തെ സംഭവങ്ങൾ. പിന്നെ കുറച്ച് കുഞ്ഞു പാവക്കുട്ടികൾ, നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനൊക്കെ. കണ്ടോ, കുറേ പേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ മറ്റേ ഒരു സംഭവം പോലത്തെ ഹാൻഡിൽ, കുഞ്ഞു ബാഗ്, ബുക്സൊക്കെ ഉണ്ട്, സീക്രട്ട് ബുക്സൊക്കെ. ഇത് തല കുത്തി നിൽക്കുന്ന പോലത്തെ ഒക്കെ സംഭവങ്ങളാണ് ഗൈസ്. പിന്നെ കുറേ പേനുണ്ട്, ക്യൂട്ട് പെന്ന്, പാണ്ടയുടെ പേനുകളാണത്. പിന്നെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് കിട്ടില്ല, അതുപോലത്തെ കുറേ സാധനമുണ്ട്. മിക്കി മൗസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. കുറേ ടൈപ്പ് ഓഫ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറേ ടൈപ്പ് ഓഫ് ഷൂസ് ഉണ്ട്, അതാണിത്. പിന്നെ കുറേ മിഠായികൾ ഒക്കെ. ഹോസ്പിറ്റലാന്ന് പറയണ മമ്മിയുടെ ഒച്ചാൻ ക്യാൻസൽ ചെയ്തോളാം കേട്ടോ. ഹോസ്പിറ്റലിൽ ചെറുതായിട്ട് പറയണം. അത് ഇവിടുത്തെ ഒരു കാശിയാറിന്റെ വീടാണ്. അമ്മയുടെ ഹോസ്പിറ്റലാണ്, വൈക്കാട്ടോ ഹോസ്പിറ്റലാണ്. ഇതാണ് ഗൈസ് എന്റെ മമ്മി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഗൈസ്. ഇങ്ങനെ പതിയെ ഫോൺ ഇങ്ങോട്ട് ഇത്തിരി മുകളിലോട്ട് കാണിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ 3 ടോയ്സ് ഇട്ടിട്ട് ഇറങ്ങാണ്, ബില്ലടിച്ചിട്ട് ഇറങ്ങാണ്. ഗൈസ്, ഇവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നത്. വലിയ കട ക്യൂ ആണ്, വീക്കെൻഡ് ആണോ അറിയില്ല, വലിയ കട ക്യൂ ആണ്. അപ്പോൾ തിരിച്ചു വരാണ്. അവിടെ നിന്ന് 3 കളിപ്പാട്ടം എടുത്തിട്ട് നമ്മൾ 3 കളിപ്പാട്ടം എടുത്തിട്ടുണ്ട്. 2 ഫെയറി, അത് അവർക്കാണ്. പിന്നെ നമ്മൾ ഒരു മെർമെയ്ഡ് എടുത്തിട്ടുണ്ട്, അതെൻ്റെ അനിയത്തി അമ്മൂസിനാണ്. അതാണ് എൻ്റെ മമ്മിയുടെ ഹോസ്പിറ്റൽ.
അറ്റത്തൊരു കുഞ്ഞ് ബിൽഡിംഗ് വന്നിട്ടുണ്ട്. നമ്മൾ അടുത്തോട്ട് പോവാണ്. ഇവിടെ തന്നെയാണ് എൻ്റെ മമ്മി ഇവിടെ തന്നെയാണ് എൻ്റെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ വീട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഈ റോഡൊക്കെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള റോഡാണ്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് നാരോ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത്ര നേരമായിട്ട് തോന്നുന്നില്ല കേട്ടോ ഗൈസ്. കാരണം ഇങ്ങനെ പാലം പോലെയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഓട്ടമായിട്ട് നമ്മുടെ മരമൊക്കെ നല്ല ഇലയൊന്നും ഇല്ലാണ്ടാണ് ഇരിക്കുന്നത് ഗൈസ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ബുഷ് പോലത്തെ മരങ്ങളാണ് ഉണ്ടോ ഗൈസ്. അവിടെയൊക്കെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഉണങ്ങി പോയിക്കോളും. കാരണം ഓട്ടമാണ്. നമ്മൾ ഈ റോട്ടിൽ കൂടി പോകും. കാരണം എൻ്റെ മമ്മിയുടെ ബിഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. നമ്മൾ ഈ കൂടി റൈറ്റ് എടുക്കുമ്പോഴാണ് കൂട്ടുകാരത്തിയുടെ വീട്. ആ വീടിൻ്റെ അവിടെ നല്ല വ്യൂ ആണ് ഗൈസ്. നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ അവിടെയാണ് സൂപ്പർ വ്യൂ. അപ്പോൾ ഗൈസ് എൻ്റെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളിപ്പോൾ ഹാമിൽട്ടൺ ലേക്കിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു സ്ഥലം നിന്നിട്ടുണ്ട് ഗൈസ്. അതിൽ കൂടി നടന്ന് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നടക്കുന്നതാണ് എൻ്റെ പപ്പയും മമ്മിയും ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല ബ്രീസാണ് ഇവിടെ, നല്ല വിൻഡി പോലെയാണ്. അടുത്തുള്ള ഒരു കോഫി ഷോപ്പാണ്. അപ്പുറത്ത് ഞങ്ങൾ സൈഡിൽ കണ്ടില്ല. ഇതിൻ്റെ ഇവിടെ നല്ല അടിപൊളി മരങ്ങളൊക്കെയാണ്, നല്ല ബുഷുകളുണ്ട്. പിന്നെ നല്ല ഗ്രാസൊക്കെ നല്ലതാണ്. നമ്മൾ വീണാൽ ഹേർട്ടാവില്ല. ടൈലും ഈ ഇതുപോലെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഹേർട്ടാവും, പക്ഷേ അത്ര ഹേർട്ടാവില്ല കേട്ടോ. പിന്നെ ഗ്രാസിലൊക്കെ നല്ല അധികം ഹേർട്ടാവില്ല. അവിടെ നമുക്ക് പിക്നിക് ലോണാണ്. അവിടെ നിങ്ങൾ കണ്ടില്ലായിരുന്നു. അവിടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നടന്ന് പോവുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ, വലിയ ലേക്കാണ് ഗൈസ്. അറ്റത്ത് മൊത്തം വീടുകളാണ്. എൻ്റെ അടുത്ത വീടുകളൊക്കെ നല്ല രസമായിരിക്കും നമുക്കത് ഇവിടെ വ്യൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇവിടെ ഉള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പിന്നെ സ്ലൈഡ് അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം ഗൈസ്. നടക്കാനായിട്ട് അധികം ദൂരമില്ല, പക്ഷെ നമുക്ക് കുറച്ച് പതിയെ നടക്കുമ്പോൾ നമുക്ക് കുറേ ദൂരമായിട്ട് തോന്നും. എനിക്ക് സ്പീഡിൽ നടക്കാൻ തോന്നുന്നു ഗൈസ്, പക്ഷെ എനിക്ക് നടക്കാൻ പറ്റില്ല. അവരുടെ ഒപ്പം നടക്കണം. എനിക്ക് അവരുടെ പറ്റുള്ളൂ. ഈ വരാന്ത ഇത് കോഫി ഷോപ്പാണ്. ഇത് വരാന്ത എന്ന് പറഞ്ഞാൽ കോഫി ഷോപ്പാണ്. വരാന്ത എന്ന് പറഞ്ഞാൽ വരാന്തയിലും ഇരിക്കാൻ പറ്റും, ഉള്ളിലും ഇരിക്കാൻ പറ്റും കോഫി കുടിക്കണേൽ. നമുക്ക് അവിടെ വരാന്തയിൽ ഇരിക്കുന്നതാണ് നല്ല സൺസെറ്റ് വ്യൂ കിട്ടുന്നത്. സൺസെറ്റ് ആകുമ്പോൾ വരാന്തയിൽ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ തണുപ്പിനൊക്കെ ഒരു ഇതാവുമ്പോൾ നമുക്ക് വരാന്തയിൽ ഇരിക്കുന്ന നല്ലത് അതാണ്. ബുഷൊക്കെ നല്ലൊരു കളറായിട്ട് വന്നിരിക്കുന്നത്. ബുഷാണ് ഇവിടെ സൈഡിലൊക്കെ ബുഷ്, പിന്നെ കുറച്ച് റോക്സ് ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കുറച്ച് ഇപ്പം നമ്മളൊരു കുഞ്ഞ് കളിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ അവിടെ ഇരുത്തിയിട്ട് കറക്കുന്നത് കണ്ടു ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്നാൾ കയറിയതാണ്. എനിക്ക് അതിനകത്ത് ഇപ്പോൾ കയറുന്ന ഇഷ്ടമല്ല. അത് തല ഇറങ്ങി ഗൈസ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. നമ്മളിപ്പോൾ ട്രെമ്പൊലിൻ്റെ ഉള്ളിലാണ് ഗൈസ് കയറാൻ പോകുന്നത്. വലിയ ട്രെമ്പൊലിനൊന്നും അല്ല ഗൈസ്, ഒരു ഇത്തിരി ഇല്ലാത്ത ട്രെമ്പൊലിനാണ് ഗൈസ്. അത് കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റുന്ന ട്രാമ്പലീനാണ്. പക്ഷെ എനിക്ക് കയറാൻ തോന്നുന്നു. പക്ഷെ എല്ലാ പിള്ളേരും കയറാറുണ്ട് കേട്ടോ. ഞാൻ നല്ല പൊക്കത്തിൽ ചാടാൻ വിചാരിച്ചാണ്, പക്ഷെ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചാടാൻ പറ്റില്ല ഗൈസ്. നമ്മളിങ്ങനെ ചാടി ക്യാമറ ഇങ്ങനെ താഴ്ത്തി വീണാലോ ഗൈസ്. എനിക്ക് ഈ സ്ഥലത്തേക്ക് കയറാൻ തോന്നും. ഇതിൽ കൂടി ചെന്നാൽ എനിക്ക് ചെറിയ പേടി തോന്നാറുണ്ട് ഗൈസ്. എന്ത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. എനിക്ക് നല്ല പേടിയാണ്. ഒറ്റയ്ക്ക് ക്യാമറ ഞാനാണ് ഇപ്പോൾ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ എനിക്ക് ചെറിയ പേടിയാണ്. ക്യാമറ ഇങ്ങനെ താഴ്ത്തണം. അപ്പോൾ വേറെ പേര് വെച്ച് ആ കൊച്ചിന് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അധികം ഉറപ്പില്ല ഗൈസ്. എനിക്ക് കിട്ടുന്നുണ്ട് ഗൈസ്, പക്ഷേ ക്യാമറ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിന് പറ്റുന്നില്ല. ഈ ഈ മരത്തിൻ്റെ കഷ്ണം ഇങ്ങനെ പിടിച്ച് പോകുന്നതാണ്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷേപ്പ്. പിന്നെ ചേച്ചി എന്നെ സഹായിക്കാണ് ഗൈസ്. നമ്മളിതിൽ കൂടി ചെല്ലാണ്. ഭയങ്കര ബ്രീസാണ്. അങ്ങോട്ട് എൻ്റെ മുടിയൊക്കെ കിടന്ന് പറക്കുന്നത്. അതിൽ കൂടി ചെല്ലാണ് ഗൈസ്. അപ്പോൾ അതിൽ കൂടി സ്റ്റെപ്പ് പോലെയാണ്. ഒത്തിരി പൊക്കം ഉണ്ടായിരുന്നു. അത് എനിക്ക് സാധാരണ പോലെ ഞാൻ കണ്ട് അങ്ങോട്ടെത്തി. ഇപ്പോൾ ബോക്സ് പോലത്തെ സംഭവത്തിലാണ് ഈ കയറുന്നത്. ചിലപ്പോൾ ഷേക്ക് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ചെറിയ പേടിയാണ്. ഒരു ലൈറ്റ് ഷേക്കിങ്ങുണ്ട്. ഞാൻ വീണാലോ. അപ്പോൾ വേറെ ഇതൊരു കുറച്ച് എന്തോ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കൊച്ചിനെ ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കൊച്ചിനെ ഇറക്കാമെന്ന്. ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ ഹെൽപ്പ് എന്നാണ്. അപ്പോൾ ആ കൊച്ചിനെ മാറ്റിയിട്ട് വീണ്ടും കയറുന്നു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ മങ്കി പാസ് ക്ലൈം ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം മമ്മിയാണ് ക്ലൈം ചെയ്യിപ്പിച്ചത് ഗൈസ്. എനിക്കിപ്പോൾ പൊക്കമുള്ള മങ്കി പ്ലേസ് എനിക്ക് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ക്ലൈം ചെയ്യുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു പൊക്കം കുറവായിട്ടുള്ള ഞാൻ ക്ലൈം ചെയ്യുന്നത് സ്കൂളിലാണ് ഗൈസ്. ഇതെനിക്ക് പറ്റുന്നില്ല ഗൈസ്. എനിക്ക് കയ്യിൽ ഓയിലായതുകൊണ്ട് ഓയിലി ആയിട്ടുണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ പപ്പൻ്റെ അനിയത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഗൈസ്. എൻ്റെ അനിയത്തിക്ക് അത്രയും അവൾ നടന്നു വന്നു ഗൈസ്. അപ്പോൾ എൻ്റെ പപ്പ പിടിച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല ഗൈസ്. അത് ഗൈസ് എനിക്ക് കിട്ടി ഗൈസ്. അത് അയ്യോ ഗൈസ്, എനിക്ക് അവിടെ നിന്ന് കൈ വിട്ടുപോയി ഗൈസ്. ഞാൻ താഴത്ത് വീണില്ല ഗൈസ്. അപ്പോൾ എൻ്റെ അനിയത്തി
സ്കൂളിൽ പഠിക്കുന്ന ഒരാൾക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര പൊക്കത്തിലായതുകൊണ്ട്. ഇവളേക്കാളും ഒരിത്തിരി വലിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഒരു വയസ്സിന് 4 വയസ്സുള്ള പിള്ളേരൊക്കെ നല്ല ക്ലൈംബ് ചെയ്യണം. ഇതത്രയും പറ്റുന്നില്ല. അപ്പോൾ അപ്പുറത്തുള്ളത് നമ്മൾ സാൻഡാണ് കാണുന്നത് ഗൈസ്. സാൻഡ് നമുക്കിപ്പോൾ എനിക്ക് ചെളിയൊക്കെ വേണ്ട, അതുകൊണ്ട് ഞാനതിൽ കൂടി കയറുന്നില്ല. ഞാൻ ഈ പാർക്കല്ലിൽ കൂടിയാണ് കയറുന്നത്. സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ എനിക്ക് സാൻഡ് ആക്കണ്ട. ഷൂവിൽ സാൻഡായി കഴിഞ്ഞാൽ കയറാൻ ഭയങ്കര പാടായി. അപ്പോൾ തന്നെ ചെളി അത് കുഞ്ഞു പിള്ളേർ പോലത്തെ സ്ലൈഡിലാണ് കയറാൻ പോകുന്നത് ഗൈസ്. എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ഏജുള്ള പിള്ളേർക്ക് കയറാൻ പറ്റുന്നതും കുഞ്ഞു പിള്ളേർക്കൊക്കെ കയറാൻ പറ്റുന്നതാണ്. ഇവിടെ ഹില്ല് പോലെ വെച്ചിട്ട് തട്ട് പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കയറുന്നതാണ്. ഇത് ശരിയായിട്ട് ഞാനിപ്പോൾ ഇഴുകാണ് ഗൈസ്. അത്ര നല്ല സ്ലൈഡ് ആയിരുന്നില്ല ഗൈസ് അത്, കാരണം എൻ്റെ ഷൂ റബ്ബ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ സ്മൂത്തായിട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഈ വേറൊരു കാണാത്ത പാർക്കാണ് ഗൈസ്. ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. ഞാൻ കയറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഗൈസ്. ഈ സമയത്ത് ഞാനില്ലായിരുന്നില്ല, എൻ്റെ ചേച്ചിയാണ് കയറ്റിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പം ഞാൻ വന്നേക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇതിൽ കൂടിയൊക്കെ കയറുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് സ്ലൈഡിലൊക്കെ കയറുന്നതാണ് ഗൈസ്. ഇതുവരെയായിട്ട് അവൾ കയറിയിട്ടില്ല. ഇന്നാൾ കയറ്റിയിട്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു ഗൈസ്, പിന്നെ മിണ്ടില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വഴക്കിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പക്ഷേ സമാധാനിപ്പിച്ച് അവൾ തിരിച്ചുണ്ട്. അപ്പോൾ ഗൈസ് അവൾ ഈ കുഞ്ഞ് സ്ലൈഡ് ആയതുകൊണ്ട് അവൾക്ക് കയറാനായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ദേഷ്യമുണ്ട്, പക്ഷെ എന്നാലും തിരിച്ചു നമ്മൾ ആളിപ്പോൾ നടന്ന് പോവുകയാണ്. അവിടെ കുഞ്ഞു പിള്ളേർക്ക് വലിയ പിള്ളേർക്ക് ഇത്തിരി പിള്ളേർക്കൊക്കെ ബോറടിക്കുന്നുണ്ടെങ്കിൽ അവിടെ എക്സസൈസ് കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്പേഴ്സൊക്കെ ഉണ്ട് കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ട്. അപ്പം എല്ലാവരും കയറി കാണിച്ചു തരാൻ തോന്നുന്നു ഗൈസ്. എനിക്കും കയറാൻ തോന്നുന്നു ഗൈസ്. ഇവിടെ അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കുഞ്ഞു പിള്ളേരുടെ ആണ് എനിക്ക് കയറാൻ പറ്റില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ കയറി തന്നെ ഗൈസ്. വേറെ ഒരു സ്ലൈഡും കൂടി ഉണ്ട്, ആ വലിയ സ്ലൈഡാണ്. ഈ ഗുഹയുടെ ഉള്ളിൽ കൂടി കയറുന്നത്. നമുക്ക് ഇതിൽ കൂടി കയറുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് പറ്റില്ല. അവിടെ ഒരു മാതിരി ഏതാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലോട്ടാണ് ഗൈസ് വരുന്നത്. മരങ്ങൾ കൊണ്ട് സ്ഥലമൊക്കെ അത് മൂടിയോണ്ട് അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഇവിടെ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റാൻ നോക്കുകയാണ് ഗൈസ്. അവിടെ ബൈനോക്കുലർ പോലെ സാധനം നോക്കാൻ പറ്റില്ല, ആൾക്ക് പിടിക്കാൻ പറ്റില്ല. ചേച്ചി ബൈനോക്കുലർ കൊടുക്കാനായിട്ട് 1 2 3 ഞാൻ പറഞ്ഞില്ല. മൗരി ലാംഗ്വേജാണ് എടുത്തത്, അതുകൊണ്ടാണല്ലോ ഇംഗ്ലീഷ് എഴുതിയിരുന്നത്. 6 ഓണൊക്കെ വായിക്കാൻ പറ്റുന്നില്ല. കാർ ഓടിക്കാൻ വേണ്ടി സംഭവം എടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവൾക്ക് ബൈനോക്കുലർ കിട്ടി ഗൈസ്. അവൾ നോക്കിയിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. നമ്മൾ ഇങ്ങോട്ട് എത്തി. ഇവള് എത്തത്തോട്ടെത്തായിരുന്നു മങ്കി ബ്ലോസ് ക്ലൈം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. ഇവളെക്കാളും കുഞ്ഞ് കൊച്ച് വരാൻ കയറുന്നില്ല, പക്ഷെ കൊച്ചിന് ഭയങ്കര പൊക്കം കുറവായതുകൊണ്ട് ആ കൊച്ചിന് പറ്റുന്നില്ല. ആ കൊച്ചിന് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് കഴിച്ചിപ്പിച്ചത്. ഞങ്ങൾക്ക് പറ്റുന്നില്ല കാരണം ഭയങ്കര പൊക്കായതുകൊണ്ട് അവൾക്ക് കയറാൻ പറ്റുന്ന അത്ര പൊക്കാണ്, പക്ഷെ അവൾക്ക് പേടിയാണ്. അവൾക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ പേടിയായിരിക്കും. എനിക്കിതുപോലെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പറ്റില്ല. ഞാൻ മറ്റു മങ്കി ബാർസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റും. പറ്റില്ല. ഇപ്പം അവിടെ എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ ഈ വാട്ടർ പാർക്ക് ഉണ്ട്. വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് വേണ്ടിയിട്ടൊരു ഇത്, അതാണ് റിവർ പോലെയാണ്. കുഞ്ഞിതാണെങ്കിലും നല്ലതാണ്, നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് നല്ല കളിക്കുന്നതാണ്. വെള്ളം ഒരു ചുറ്റും പിടിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വീലുമ്പോൾ മറ്റിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ തിരിക്കുന്ന ഒരു സംഭവമില്ല, വീലോ അതുപോലത്തെ സംഭവമില്ല. അതുപോലെ ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ വെള്ളം ഇതിൽ കൂടി ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ഈ സാധനം വെച്ച് ആ ബ്ലൂ കളർ സാധനം വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് തുറന്നിട്ട് സ്പീഡിൽ പോകും. കണ്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ കുറച്ച് സ്വിച്ച് പിടിച്ചേക്കിയിട്ട് വെള്ളം ഇങ്ങനെ വരാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി. അപ്പോൾ നമ്മൾ നടന്ന് ഞാനിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു വലിയ സ്ലൈഡിലോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് ഈ സ്ലൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നമ്മൾ ഈ കുഞ്ഞു സ്റ്റെപ്പാണ് ഗൈസ്, ഇത് അത്ര വലിയ സ്റ്റെപ്പൊന്നുമല്ല. എനിക്കിത്തിരി പേടിയാവുന്നുണ്ട് ഗൈസ്, ഇത്തിരി പൊക്കമാണ് ഗൈസ് അതിന്. അപ്പോൾ ഗൈസ് എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് ആ റബ്ബർ ഉള്ളതുകൊണ്ട് ഇനി സ്റ്റിക്കായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുന്നില്ല ഗൈസ്. നല്ല ഒന്നുമല്ല ഗൈസ്, റബ്ബ് ചെയ്യണതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടം. തിരിച്ച് എടുത്തോട്ട് നമ്മൾ വേറെ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. നമ്മൾ നടന്ന് വേറെ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തോട്ട്
പകുതി ആവാറാവും ഓണാക്കിയാൽ മതി. അധികം ദൂരം പാടില്ല. ഒരു 30 സെക്കൻഡിന്റെ വീഡിയോ. ഇതൊക്കെ ഹോസ്പിറ്റലിലോട്ടുള്ള കാർ പാർക്കിംഗ് ആണ്. സ്റ്റാഫ്മാരൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഇവിടെ എത്തി അവരുടെ വീട്. ഇവരുടെ വീട് അങ്ങോട്ട് പോയിട്ട് ഇതാ അവിടുത്തെ സൈഡിൽ കൂടി കയറണത് മറക്കരുത് കേട്ടോ. പാലത്തിന്റെ അവിടെ നിന്ന് പറഞ്ഞാണ് ചെടിയുടെ പച്ച ചുണ്ട്. Your destination is on the left. ഇപ്പൊ ഗൈസ് നമ്മള് ഈ ഹാമിൽട്ടണിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾക്ക് ഇപ്പൊ നമ്മള് റൂട്ടിലാണ് ഗൈസ്. നമ്മള് റൂട്ടിൽ നമ്മളെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മള് നല്ല പ്ലെയിൻ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, നമ്മള് ഈ റൂട്ടിൽ കൂടി തന്നെ തിരിച്ചു പോകണം. ഇവിടെയാണ് എന്റെ മമ്മിയുടെ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റില്ല. കുറെ പാർക്ക് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തടുത്ത വീടുകളാണ്. പിന്നെ അവർക്ക് ചില വീടുകൾക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പണിയാം. സ്വന്തമായിട്ട് പണിയുന്നൊരു എന്തായാലും ഗ്യാരേജ് പണിയാൻ പോകുന്നില്ല. കാരണം ഗ്യാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കാറൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലവരൊക്കെ പണിയുന്നവരൊക്കെ ചിലവരൊക്കെ ഗ്യാരേജിൽ ഇടാറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പണിയിക്കാറില്ല ഗ്യാരേജ്. അവർ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ റോട്ടിൽ കൂടി പോവുകയാണ്. എൻ്റെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വരാണ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നമുക്ക്.